ഹായ് ഗായ്സ്, ഞാനിന്ന് നോർമലായിട്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ എങ്ങനെയാണ് മടക്കി വെക്കുന്നത്, ആ ഡ്രസ്സൊക്കെ വെക്കുന്ന വാൾഡ്രോബ് എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് എൻ്റെ അലമാര കണ്ട ആരും ഒന്നും വിചാരിക്കരുത്. മക്കൾ ഉള്ള വീടായതിനെക്കൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിടും. പിന്നെ ഈ റൂം പറഞ്ഞാൽ കുട്ടികൾ കളിക്കുകയും പിന്നെ നമ്മൾ മഴക്കാലമാകുമ്പോൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ ചിക്കിയിടുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ ഈ റൂമിൽ ഫുൾ ടൈം ഡ്രസ്സാണ് കിടക്കുന്നത് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ വാൾഡ്രോപ്പ്. അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വാൾഡ്രോപ്പാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ഒന്ന് നീറ്റാക്കി കാണിച്ചു തരാം. എങ്ങനെയാണ് ഞാൻ ഇതിൽ ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കലെന്ന് കാണിച്ചു തരാം. പിന്നെ ഇത് എൻ്റെതും എൻ്റെ മോളതുമാണ്. അപ്പോൾ ആദ്യം ഞാൻ ഹസ്ബൻഡിനെ കാണിച്ചു തരാം. ഇതിനിടയിൽ എൻ്റെ മോള് ഫോണ് വേണമെന്ന് പറഞ്ഞ് ഒന്ന് വാശിടിക്കേണ്ടേനു. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഞങ്ങൾക്ക് ഹാങ്ങിങ് സെക്ഷൻ ഉള്ളൂ. അത് മോളെ ഏരിയ ആണ്. ഈ കാണുന്നതൊക്കെ മോളെ ഡ്രസ്സുകളാണ്. ഈ ഒരു വാൾഡ്രോപ്പിന് ഇത്ര ഒരു കൈയിൻ്റെ ഡെപ്ത് ഉണ്ട്. അതായത് എൻ്റെ ഒരു കൈയിൻ്റെ ഫുൾ ലെങ്ത്ത് ഈ ഒരു ഇതിന് ഡെപ്ത് ഉണ്ട്. പിന്നെ ഇതിലുള്ളത് ഒരു ചെറിയ ലോക്കറാണ്. ഞാൻ കാണിച്ചു തരാം. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെ കുറേ അൽക്കുലത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. കുറേ ചോക്കും ഒരുപാട് സാധനങ്ങളുണ്ട് അതിൽ, ക്രാഫ്റ്റ് വർക്കിൻ്റെ ഒക്കെ. അപ്പം ഞാൻ അങ്ങനെ ഒരു പരിപാടി ഉള്ളതിനോണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ അതിലാണ് സൂക്ഷിക്കുക. പിന്നെ ഞാൻ ഈ വാൾഡ്രോപ്പിലുള്ള എല്ലാ ഡ്രസ്സുകളും ഇവിടേക്ക് ഇട്ടിട്ട് അവിടെ നിന്നാണ് മടക്കി വെക്കൽ. ഇപ്പോൾ ഇത് മൊത്തം ഞാൻ ക്ലീൻ ചെയ്ത് കാട്ടിത്തരാം. എപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു പഴയൊരു ക്ലോത്ത് വിരിച്ചിടും. എന്താണെന്ന് വെച്ചാൽ ഈ അലമാരേൻ്റെ അകത്തുള്ള പൊടികളൊന്നും ഡ്രസ്സിൻ്റെ അകത്തേക്ക് ആവാതെക്കാൻ. അപ്പോൾ ഇതാണ് ഒരു ഷർട്ട്. ഈ ഷർട്ടിൻ്റെ മുകളിലുള്ള ഇതൊന്നും കണ്ടിട്ട് ആരും ഒന്നും പറയേണ്ട. കാരണം എന്താ വെച്ചാൽ ഡ്രസ്സ് എപ്പോഴും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഡ്രസ്സിൽ നിന്നുള്ള നൂലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പിടിക്കുന്നൊരു ക്ലോത്താണത്. എന്താ പറയുക, ഒരു വെൽവെറ്റ് ടൈപ്പായിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിക്കുന്നതിനോണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് മാത്രം അയൺ ചെയ്യലും നല്ല വൃത്തിയാക്കി വെക്കലൊക്കെ ഉള്ളൂ. അല്ലാത്തപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് ഉണങ്ങി കഴിഞ്ഞാൽ എങ്ങനെ അതുപോലെ കൊണ്ടുപോയി മടക്കി വെക്കും. പിന്നെ ഞാൻ കാണിക്കുന്നത് വെച്ചാൽ എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്ന രീതികളാണ്. ജീൻസും ഷർട്ടും ഒക്കെ ഞാൻ ഇങ്ങനെയാണ് വെക്കൽ. അതാകുമ്പോൾ നല്ല രീതിയിൽ നിന്നാലും. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മോള് വന്നിട്ട് നല്ല കൊസറ കളിക്കുന്നുണ്ട്. അതിൻ്റെ മോളാണ്. ബാക്കിൽ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ മോനാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ട്രൈപോഡോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് വേണം വീഡിയോ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇതന്നെ ഞാൻ ജനലിൻ്റെ മുകളിൽ വെച്ചെടുക്കുകയാണ്. അപ്പോൾ ആളിങ്ങനെ വന്ന് ഇങ്ങനെ സൊറാക്കുന്നുണ്ട്. എപ്പോഴും എൻ്റെ വൈത്തലുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഇന്നേഴ്സൊക്കെ വേഗം ഫോൾഡ് ചെയ്ത് വെക്കൽ. അപ്പോൾ അതിനൊക്കെ ചെറിയൊരു സ്ഥലം മതിയാവും. ഇതിനിടയിൽ എൻ്റെ മോള് വന്ന് ഇങ്ങനെ കൊസറാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് ടീഷർട്ട്സ് എങ്ങനെയാണ് പെട്ടെന്നുള്ളതിൽ മടക്കി വെക്കൽ. അതായത് നമുക്ക് വേറെയും കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോഴും വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സുകളൊന്നും പെട്ടെന്ന് നല്ല വൃത്തിക്ക് മടക്കി വെക്കാനൊന്നും കഴിയൂല. അപ്പോൾ ഞാൻ മോൾ നിൽക്കുമ്പോഴും മോളടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ആക്കാണ് മടക്കി വെക്കൽ. അപ്പോൾ ഞാനിങ്ങനെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഇങ്ങനെ മടക്കി വെക്കൽ. പിന്നെ ഷർട്ട്സൊക്കെ അതങ്ങനെ മടക്കി വെച്ചത് ഞാൻ ഇതുപോലെ 3-4 ഷർട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മടക്കിയിട്ട് ഏറ്റവും ബാക്ക് സൈഡിലേക്ക് ആക്കി വെക്കലാണ് ഞാൻ. ഒരു മിനിറ്റ് കാണിച്ചു തരാം. അതുപോലെ വെക്കും. എന്നിട്ട് ബാക്കി ഇത്രയും സ്പേസ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ അതിൽ ഒരു സ്പേസിൽ നോക്കിയിട്ട് ഈ ജീൻസൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കും. അതാകുമ്പോൾ എടുക്കാനും എളുപ്പമാവും ആൾക്ക്. ഇനിയും നമുക്ക് ബാക്കി സ്പേസ് ഉണ്ടാവും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഞാൻ ഈ ബനിയൻസ്, അതുപോലെ അടിയിലിടുന്ന ഇന്നേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആ സൈഡിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ അതെല്ലാം അവിടെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്പേസിലാണ് ടീഷർട്ട് അങ്ങനെയുള്ള ഇതൊക്കെ വെക്കൽ. ഇനി ടീഷർട്ടാണ്, അതും ആ സ്പേസിൽ അങ്ങോട്ട് പോയി. അപ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട്. അതിൽ എങ്ങനെയൊക്കെ നമുക്കുള്ള സ്പേസിൽ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ കാണിച്ചത്. ഇനി അടുത്തത് ഹസ്ബൻഡ് തട്ടിൽ ഞാൻ വെക്കുന്ന തന്നെയാണ് ബെഡ്ഷീറ്റും പില്ലോ കവറുകളൊക്കെ. അപ്പോൾ പില്ലോ കവർ മാത്രമല്ല, ഞാൻ എൻ്റെ പഴയ നൈറ്റിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ എന്താക്കും, ഈ തുന്നലാണ്, കൈ കൊണ്ട് തുന്നിയിട്ടാണ് ഞാൻ ഈ പില്ലോ കവേഴ്സ് ഉണ്ടാക്കൽ. ഇതൊക്കെ എൻ്റെ അമ്മേൻ്റെ പഴയ നൈറ്റിയാണ്. അപ്പോൾ ഞാൻ ഇത് പില്ലോ കവർ ആക്കിയിട്ടില്ല, എടുത്ത് വെച്ചാണ്. ഇത് പില്ലോ കവറാണ്. അതുപോലെ ഞാൻ പില്ലോ കവേഴ്സൊക്കെ ഒരു സെക്ഷനിലേക്ക് ഇങ്ങനെ അട്ടിക്ക് വെക്കും. ഇതൊന്നും ഞാൻ മടക്കി വെക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഡെയിലി നമ്മൾ ഇങ്ങനെ മാറ്റും. അതായത് 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റുന്നതിനോട് എപ്പോഴും ഇങ്ങനെ എടുക്കും. പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു ഷെൽഫിലും കൂടി ആയതുകൊണ്ട് ഹസ്ബൻഡ് പോയിട്ട് നല്ലോണം ചിക്കി ചെറുക്കി വെക്കും. അപ്പോൾ പിന്നെ ഞാൻ അതങ്ങനെ അധികം ഇതാക്കലില്ല. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങനെ തന്നെ മടക്കി വെച്ച് അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി അങ്ങനെ വെക്കും എന്നല്ലാണ്ട് കാര്യം ഇതാക്കല്ല. ഇത് ഞാനൊരു വലിയ ബെഡ്ഷീറ്റ് വാങ്ങിയപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചതാണ് പില്ലോ കവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട്. ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ എന്താ പറയുക പില്ലോ കവേഴ്സ്. ബാക്കിയുള്ളതൊക്കെ തുണികളാണ്. അതായത് ഇനി പില്ലോ കവർ ആക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെക്കുന്ന തുണിയാണ്.
ഇതിനിടയിൽ എൻ്റെ മോളില്ലേ ഓരോന്നെടുത്ത് മണ്ടിക്കാളും. അപ്പം ഞാൻ പിടിച്ച് വെച്ച് വാങ്ങുകയാണ് ഓളെ അടുത്തുനിന്ന്. ഓൾ അങ്ങനെ തന്നെയാണ് എപ്പോഴും ഒരു പണി എടുക്കുമ്പോൾ അതിനിടയിൽ എല്ലാവരും മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും, ഇങ്ങനെ തന്നെ വന്ന് വാങ്ങിക്കൊണ്ടുപോകും. എപ്പോഴും സൊറാണ് ഓള്. അങ്ങനെ എന്തെങ്കിലും കാട്ടിക്കൊണ്ടിരിക്കും. ഇത് എനിക്ക് കിട്ടിയൊരു ഡ്രസ്സിൻ്റെ പാൻറ്റിൻ്റെ തുണിയാണ്. നമ്മളിപ്പോൾ പാൻറ്റൊന്നും അങ്ങനെ എടുക്കൂലല്ലോ, അടിച്ചിടൊന്നുമില്ല. അപ്പം അങ്ങനത്തെ തുണി വരെ ഞാൻ പില്ലോ കവേഴ്സോ അല്ലെങ്കിൽ മോക്ക് എന്തെങ്കിലും കമ്മീസോ അങ്ങനെ എന്തെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു വെക്കും. ഇതൊക്കെ ഞാൻ പിന്നെ പില്ലോ കവർ ആക്കിയതാണ്. ഇതൊക്കെ ഞാൻ പില്ലോ ആക്കിയതാണ്. ഇതിൻ്റെ ഒരു നൈറ്റിയാണ്. ആ നൈറ്റി പഴയ നൈറ്റി ആയപ്പോൾ മോൾ ഭാഗം ഒഴിവാക്കിയിട്ട് അടിഭാഗം ഞാൻ ഇതുപോലെ പില്ലോ കവർ ആക്കി എടുത്തതാണ്. അങ്ങനത്തെ 2 കളറിൽ നൈറ്റി ഉണ്ടായിരുന്നു. അത് 2 ഞാൻ നൈറ്റ് ഇങ്ങനെ പില്ലോ കവർ ആക്കി എടുത്ത്. പിന്നെ അതുപോലെ ഇനി ഈ പില്ലോ കവേഴ്സ് ഞാൻ എങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ജസ്റ്റ് ഇതുപോലെ പില്ലോ കവർ എടുത്തിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കും. എന്നിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ നേരെ പൊന്തിച്ച് എടുക്കും. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതാക്കുന്നതല്ല, കാരണം എന്താ വെച്ചാൽ ശരിക്കും ഞാൻ ഇങ്ങനെ തന്നെ മടക്കി വെക്കൽ. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാനിങ്ങനെ മടക്കി വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ജസ്റ്റ് ഞാൻ മടക്കി വെക്കൽ. കാരണം ഇതാകുമ്പോൾ നമുക്ക് നിന്നുകൊണ്ട് തന്നെ ചെയ്യാം, ഒരു ഭാഗത്ത് വെച്ച് ഇതാക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചാൽ മതി. നമ്മളെപ്പോഴും എടുക്കുന്ന സാധനം ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട് അത് അതുപോലെ ഉണ്ടാക്കിയോളും. ഇനി ഇങ്ങനത്തെ ഒരു പില്ലോ കവർ അതുപോലെ മടക്കി കാണിച്ചു തരാം. ജസ്റ്റ് അങ്ങനെ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് അത് നടുഭാഗത്തേക്ക് ആക്കിയിട്ട് പിന്നെ മറ്റേ ഭാഗം കൊണ്ട് ഇങ്ങനെ നോക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സുകളും, അതായത് ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതുപോലെയാണ് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇനി ഈ ഫോൾഡ് ചെയ്തും കൂടിയിട്ട് നമ്മൾ ആ പില്ലോ കവറിൻ്റെ സെക്ഷനിലേക്ക് വെച്ചെടുക്കും. ഇനി ഈ ഒരു സെറ്റ് മുഴുവനായിട്ട് അലമാരയിൽ ഞാൻ വെക്കുന്ന സ്ഥലം കാണിച്ചു തരാം. അതായത് ആ ഒരു സൈഡിലാണ്, ആ ഒരു അടിയത്തെ പോർഷനിലാണ് നമ്മൾ വെക്കാൻ പോകുന്ന പോർഷനിൽ. ഇതിൽ ആദ്യം വെക്കുന്നത് പറഞ്ഞാൽ ഏറ്റവും ബാക്ക് സൈഡിലേക്ക് ആവശ്യമില്ലാത്ത, അതായത് പെട്ടെന്ന് നമുക്ക് ആവശ്യമില്ലാത്തതാണ് ആ തുണികൾ. ഇനി എപ്പോഴെങ്കിലൊക്കെ എടുത്ത് തയ്ക്കല്ലേ ഉള്ളൂ, ആ സമയത്ത് അത് ബാക്കിലേക്ക് വെച്ചിട്ട് ഞാൻ പില്ലോ കവേഴ്സ്, എടുക്കുന്ന പില്ലോ കവേഴ്സ് ഫ്രണ്ടിൽ തന്നെ വെക്കും. ഇനി ബെഡ്ഷീറ്റ് ഇങ്ങനെ മടക്കുന്ന കാണിച്ചില്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതാണ്. അതിനിടയിൽ എൻ്റെ മോള് എടുത്തൊന്നായിട്ട് വലിച്ചിട്ട്, അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടി മടക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാമെന്ന്. ഇങ്ങനെ ജസ്റ്റ് മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കും. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു 2-3 മടക്കാക്കി വെക്കും. ഇതൊന്നും കൂടി ഞാൻ ഫോൾഡ് ചെയ്യും, നടുഭാഗം ഒന്നും കൂടി ഞാൻ ഫോൾഡ് ചെയ്യും, എന്നിട്ടാണ് വെക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു അളവിലാക്കി വെക്കും ഞാൻ. എന്നാലേ അത് കറക്റ്റ് ആ ഒരു പോർഷനിൽ പോയിക്കോളും. കണ്ടില്ലേ, ഇപ്പം നല്ല സെറ്റായി നിൽക്കുന്നില്ലേ. ഇത്രയേ ഉള്ളൂ. ഈ 2 പോർഷന് മാത്രമാണ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ഈ ഒരു മോൾ ഭാഗം കൂടി ഞാൻ ഇതിൽ ക്ലീൻ ചെയ്ത് കാട്ടിത്തരാം. ഓക്കെ, കാരണം ഹസ്ബൻഡിന് ഫോൺ വേണം, മോൾക്ക് ഫോൺ വേണം. അപ്പോൾ ഈ ഒരു ഫോണിലാണ് വീഡിയോസ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ ഹസ്ബൻഡ് ഈ ഡ്രോയറിലെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ ഞാൻ നമ്മൾ ഫയൽസൊക്കെ വെക്കും. അതായത് ആവശ്യമുള്ള ഫയൽസ്, എൻ്റെ മോളെ ഹസ്ബൻഡിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ 2-3 ഫയലിലാക്കിയിട്ട് ഇതുപോലെ വെക്കും. പിന്നെ ഹസ്ബൻഡ് പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇടുന്നൊരു ബാഗുണ്ട്, ആ ബാഗും ഞാൻ ആ സൈഡിൽ തന്നെ അങ്ങോട്ട് വെക്കും. പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വെയ്റ്റിംഗ് മെഷീനാണ്, അതായത് സാധനങ്ങളൊക്കെ തൂക്കുന്ന നല്ല സാധനമാണ്. ആ ഒരു പ്രോഡക്റ്റ് ഞാൻ അവിടെ വെക്കും. പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു ഡ്രിമ്മറാണ്, ഡ്രിമ്മറിൻ്റെ ബോക്സ്. ആ ഒരു ബോക്സ് എടുത്തിട്ട് ഞാനിതാ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ, അതായത് നമുക്ക് എപ്പോഴും എടുക്കണം എന്നുള്ള സാധനങ്ങൾ മാത്രം അതിൻ്റെ മുകളിൽ വെക്കും. പിന്നെ നമുക്കിതാ ഇത്രയും സ്പേസ് ബാക്കിയാണ്. ഈ സ്പേസിൽ ഞാൻ വെക്കുന്നത് എന്താ വെച്ചാൽ, ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡ് വർക്കിന് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകൾ, അതായത് പെയിൻറ്റിങ് വർക്കാണ് ഹസ്ബൻഡിന്. അപ്പോൾ പെയിൻറ്റിങ്ങിന് പോകുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ മാത്രം ഞാൻ അതിൻ്റെ മുകളിൽ വെക്കും. അതിൻ്റെ കൂടെ ഇടുന്ന ട്രാക്ക് സ്യൂട്ടുകളും പിന്നെ ടീഷർട്ടുകളും മാത്രം ഞാൻ അങ്ങനെ മടക്കി വെക്കലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്നായിരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.